എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പെഴ്സിവൽ വൈൽഡ് എഴുതിയ ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു നാടകമാണ്. +2 ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്ററായിട്ടാണ് ഇത് വരുന്നത്. ദ അവർ ഓഫ് ട്രൂത്ത്. ഈ പാഠത്തിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ, നാടകത്തിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ, ഈ നാടകത്തിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത് ട്രൂത്തിനെ കുറിച്ചാണ്, അഥവാ സത്യത്തിനെ കുറിച്ചാണ്. ട്രൂത്ത് അഥവാ സത്യം അല്ലെങ്കിൽ ഓണസ്റ്റി, സത്യസന്ധതയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മൾ എത്ര തന്നെ വളച്ചൊടിച്ചാലും എത്ര തന്നെ മൂടി വെച്ചാലും ആത്യന്തികമായിട്ടുള്ള വിജയം സത്യത്തിന് തന്നെയാണ്. ആത്യന്തികമായിട്ട് സത്യം അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. സത്യസന്ധരുടെ കാര്യവും അതുപോലെ തന്നെയാണ്. ജീവിതത്തിൽ ട്രൂത്തിനെയും ഓണസ്റ്റിയെയും മുറുകെ പിടിക്കുന്ന ആൾക്കാരുടെ കാര്യവും സമാനമായിട്ടുള്ള രീതിയിലാണ് സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഒരുപാട് പ്രതിബന്ധങ്ങൾ സത്യത്തിനോട് ചേർന്ന് നിൽക്കുന്നതിൽ അവർക്ക് നേരിടേണ്ടതായിട്ട് വരും. എന്നാൽ ആത്യന്തികമായിട്ടുള്ള വിജയം അവർക്ക് കൈവരും, അല്ലെങ്കിൽ സത്യം കൈവരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു ആശയം നൽകുന്ന ഒരു പാഠഭാഗമാണ് പെഴ്സിവൽ വൈൽഡിൻ്റെ ദ അവർ ഓഫ് ട്രൂത്ത്. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. റോബർട്ട് ബാൾഡ്വിൻ, അദ്ദേഹമാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്. സത്യവാനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. രണ്ടാമത്തത് മാർത്ത, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ബാൾഡ്വിൻ്റെ ഭാര്യയാണ്, അതായത് മിസ്സിസ് ബാൾഡ്വിൻ. മൂന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ജോൺ, ഹിസ് സൺ. ആരുടെ മകനാണ്? റോബർട്ട് ബാൾഡ്വിൻ്റെയും അതുപോലെ മാർത്തയുടെയും മകനാണ് ജോൺ. അത് കഴിഞ്ഞിട്ടുള്ള കഥാപാത്രം എന്ന് പറയുന്നത് ഈവി, ഡോട്ടറാണ്, മകളാണ്, ഈ ദമ്പതികളുടെ മകളാണ്. ഇനി വരുന്നത് മിസ്റ്റർ മാർഷൽ, ഒരു കഥാപാത്രമാണ്. മെയ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വീട്ടിലെ പരിചാരക അല്ലെങ്കിൽ സേവകയാണ് മെയ്ഡ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ ഇനി നമുക്ക് നാടകത്തിലേക്ക് കടക്കാം. രംഗം തുടങ്ങുകയാണ്. ദ സീൻ അറ്റ് ബാൾഡ്വിൻസ്. ബാൾഡ്വിൻസ് മീൻസ് ബാൾഡ്വിൻസ് റെസിഡൻസ്, ബാൾഡ്വിൻ്റെ താമസ സ്ഥലം എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ബാൾഡ്വിൻ്റെ, അതായത് റോബർട്ട് ബാൾഡ്വിൻ്റെ വീടാണ് ഒന്നാമത്തെ സീനിൽ നമ്മൾ കാണുന്നത്. സീൻ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്. ഇറ്റ് ഈസ് എ റാദർ ഹോട്ട് ആൻഡ് സൾട്രി സൺഡേ ആഫ്റ്റർനൂൺ. നന്നേ ചൂടുള്ള ചുട്ടുപഴുത്ത ഒരു ഞായറാഴ്ച വൈകുന്നേരം, ഉച്ച തിരിഞ്ഞ സമയം. ആൻഡ് ദ സൺ ഓവർ ഹെഡ്, തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സൂര്യനും അതുപോലെ ദ ബേക്ക്ഡ് ക്ലേ അണ്ടർ ഫുട്ട്, ചവിട്ടി നിൽക്കുന്ന ബേക്ക്ഡ് ആയിട്ടുള്ള ക്ലേ. ബേക്ക്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് സൂര്യൻ്റെ ചൂടുകൊണ്ട് വെന്ത് പഴുത്ത് കിടക്കുന്ന ആ മണ്ണും. വേർ ആർ മെഴ്സിലെസ്, തീർത്തും ഒരു കരുണയും എന്ത് ചെയ്തില്ല, പ്രദാനം ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ചൂടേറ്റ് പഴുത്ത് കിടക്കുന്ന ഭൂമിയും ഒരുപോലെ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു, ചൂട് വമിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഭയങ്കരമായിട്ടുള്ള അത്യുഷ്ണമായിരുന്നു അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം അനുഭവപ്പെട്ടത്. അങ്ങനെ നല്ല ചൂടുള്ള ഒരു സണ്ണി ഡേയിലാണ് കഥ നടക്കുന്നത്. ഇൻ ദ ഡിസ്റ്റൻസ്, എന്നാൽ അങ്ങ് അകലെയായിട്ട്, കുറച്ചകലെയായിട്ട്, ലോവറിങ് ക്ലൗഡ്സ് ഗീവ് പ്രോമിസ് ഓഫ് കമ്മിങ് റിലീഫ്. തിങ്ങി നിറഞ്ഞ് പെയ്യാനിരിങ്ങി നിൽക്കുന്ന, താണു നിൽക്കുന്ന കുറച്ച് മേഘങ്ങളെ കാണാൻ സാധിക്കും. ആ മേഘങ്ങൾ ഗിവ് പ്രോമിസ് ഓഫ് കമ്മിങ് റിലീഫ്, ഉടനെ ഒരു റിലീഫ്, ഒരു ആശ്വാസം വരാനുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീകരമായിട്ടുള്ള ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. തിങ്ങി നിൽക്കുന്ന മേഘങ്ങളെ കാണുന്ന സമയത്ത് ഒരല്പം കൂടി കഴിയുമ്പോൾ ആ മേഘങ്ങൾ എന്ത് ചെയ്യും, പെയ്യും, അതായത് മഴ പെയ്യുമ്പോൾ ഈ ചൂടിനൊരു ആശ്വാസം കിട്ടും. അപ്പോൾ അതാണ് കമ്മിങ് റിലീഫ് കൊണ്ട് ഉദ്ദേശിച്ചത്. ആൻഡ് അറ്റ് ദ പാർലർ വിൻഡോ ഓഫ് എ ട്രിം ലിറ്റിൽ കോട്ടേജ്. അറ്റ് ദ പാർലർ വിൻഡോ ഓഫ് എ ട്രിം ലിറ്റിൽ കോട്ടേജ്. ട്രിം ലിറ്റിൽ കോട്ടേജ്, നല്ല വടിവത്ത ഒരു ചെറിയ വീടിൻ്റെ പാർലർ വിൻഡോയിലായിട്ട്, അതായത് പ്രധാന സൽക്കാര മുറിയുടെ ജനലിൻ്റെ അരികിലായിട്ട്, ദ ബാൾഡ്വിൻ ഫാമിലി ഈസ് ആങ്ഷ്യസ്ലി വെയിറ്റിംഗ് ദ റിട്ടേൺ ഓഫ് ഇറ്റ്സ് ഹെഡ്. ബാൾഡ്വിൻ കുടുംബം, ബാൾഡ്വിൻ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും ബാൾഡ്വിൻ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത്. ബാൾഡ്വിൻ കുടുംബം ഈസ് ആങ്ഷ്യസ്ലി, വളരെ ആങ്ഷ്യസ് ആയിട്ട്, വളരെ ജാഗരൂകരായിട്ട്, അല്ലെങ്കിൽ വളരെ ഈഗറായിട്ട്, മീൻസ് വളരെ ജിജ്ഞാസയോടുകൂടി വെയിറ്റിംഗ് ദ റിട്ടേൺ ഓഫ് ഇറ്റ്സ് ഹെഡ്, ആ കുടുംബത്തിലെ ഹെഡിനെയും, അതായത് തലയെയും, മീൻസ് ആ കുടുംബത്തിലെ ഗൃഹനാഥനെയും പ്രതീക്ഷിച്ച് എന്ത് ചെയ്യുകയാണ്, ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കാത്തിരിപ്പാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു സീനിൽ കാണുന്നത്. ജോൺ ദ സൺ, ആൻ ആവറേജ് യങ് മാൻ ഓഫ് 27 ഈസ് സ്മോക്കിംഗ് എ പൈപ്പ്. അപ്പോൾ സീനിൽ കാണുന്നത് ജോൺ എന്ന് പറയുന്ന 27 വയസ്സുള്ള ഒരു യുവാവ് ഒരു പൈപ്പ്, അതായത് പുക വലിക്കുന്നുണ്ട്. As philosophically as if this day were in no whit more momentous than any other. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു തത്വചിന്താത്മകമായിട്ട്, ഫിലോസഫിക്കലായിട്ട് ഇരിക്കുന്നത് പോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം ഒരുപക്ഷെ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, എന്താണ്? As if this day were in no whit more momentous than any other.
മറ്റ് ദിവസങ്ങളേക്കാൾ യാതൊരുവിധ സംഭവ ബാഹുല്യവും നിറഞ്ഞൊരു ദിവസമല്ല ഇന്ന്, അല്ലെങ്കിൽ മറ്റ് ദിവസങ്ങളേക്കാൾ യാതൊരുവിധ പ്രാധാന്യവും ഈ ദിവസത്തിന് ഇല്ല എന്നുള്ള തരത്തിൽ ഒരുതരം മരവിപ്പോടുകൂടി, ഒരുതരം മുരടിപ്പോടുകൂടി ഇങ്ങനെ പൈപ്പും വലിച്ചിരിക്കുന്ന, സ്മോക്ക് ചെയ്തുകൊണ്ട്, അതായത് പുക വലിച്ചുകൊണ്ടിരിക്കുന്ന ജോൺ എന്ന് പറയുന്ന ബാൾഡ്വിൻ്റെ മകനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബട്ട് ഹിസ് മദർ, പക്ഷേ അവൻ്റെ അമ്മയാണെങ്കിലോ, ട്രൈങ് ടു കമ്പോസ് ഹെർസെൽഫ് വിത്ത് ഹെർ നിറ്റിങ്, അവർ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്, നിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാസ് മെയ്ഡ് ലിറ്റിൽ പ്രോഗ്രസ് ഇൻ ദി ലാസ്റ്റ് ഹാഫ് അവർ, കഴിഞ്ഞ അരമണിക്കൂറായിട്ട് അവരുടെ തുന്നൽ പണിയിൽ പ്രത്യേകിച്ച് പുരോഗതിയൊന്നും എന്ത് ചെയ്തില്ല, കാണുവാനേയില്ല. ഹാസ് മെയ്ഡ് ലിറ്റിൽ പ്രോഗ്രസ് ഇൻ ദി ലാസ്റ്റ് ഹാഫ് അവർ, കഴിഞ്ഞ അരമണിക്കൂറായിട്ട് അവരുടെ തുന്നൽ പണിയിൽ വലിയ എന്തില്ല, പുരോഗമനമൊന്നും കാണാനില്ല. ആൻഡ് ഈവി, ഇനി മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഈവിയാണ്. ഹിസ് സിസ്റ്റർ, ജോണിൻ്റെ സിസ്റ്ററായിട്ടുള്ള ഈവി, ടേക്സ് നോ പെയിൻസ് ടു കൺസീൽ ഹെർ നെർവസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവളുടെ നെർവസ്നെസ് പുറത്ത് കാണിക്കാതിരിക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നതേയില്ല. എന്ന് പറഞ്ഞാൽ നെർവസ്നെസ് അവൾ പുറത്ത് കാണിക്കുന്നത് തന്നെ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പിരിമുറുക്കം ആരുടെ മുഖത്ത് പ്രകടമായിട്ട് കാണാൻ സാധിക്കും, നമ്മുടെ ഈവിയുടെ മുഖത്ത് കാണാനായിട്ട് സാധിക്കും. അതായത് ആരെയോ ഇവർ കാത്തിരിക്കുകയാണ്, ഇനിയും വന്നില്ലല്ലോ എന്നുള്ളൊരു പിരിമുറുക്കമാണ് നമ്മുടെ ഈവിയുടെ മുഖത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവർ കാത്തിരിക്കുന്നത് ബാൾഡ്വിനെയാണ്, അച്ഛനായിട്ടുള്ള റോബർട്ട് ബാൾഡ്വിനെയാണ് ഇവർ കാത്തിരിക്കുന്നത്, നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ദർ ഈസ് എ ടെൻസ് പോസ്, കുറച്ച് നേരത്തേക്കൊരു നിശബ്ദതയാണ് അവിടെ നിഴലിക്കുന്നത്. ഇറ്റ് സീംസ് ആസ് ഇഫ് നൺ ഓഫ് ദം ലൈക്സ് ടു ബ്രേക്ക് ദി സൈലൻസ്, ആർക്കും മൗനം ഭഞ്ജിക്കാൻ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു, ആർക്കും സംസാരിക്കാൻ വലിയ താല്പര്യമില്ല എന്ന് എന്ത് ചെയ്യുന്നു, തോന്നുന്നു. ഫോർ ദ 10th ടൈം ഇൻ 10 minutes ഈവി ഗോസ് ടു ദി വിൻഡോ ആൻഡ് ലുക്സ് ഔട്ട് എലോങ് ദ സൾട്രി റോഡ്. 10 മിനിറ്റിലെ 10ാമത്തെ പ്രാവശ്യമാണ് ഈവി ഗോസ് ടു ദി വിൻഡോ ആൻഡ് ലുക്സ് ഔട്ട് എലോങ് ദി സൾട്രി റോഡ്. ഈവി ആ ജനാലക്കരികിലേക്ക് ചെന്ന് നിന്നിട്ട് ചുട്ടുപഴുത്ത ആ റോഡിലേക്ക് നോക്കുന്നത്. ആരെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്, ബാൾഡ്വിനെ പ്രതീക്ഷിക്കുന്നത്. അതായത് ഈവിക്ക് അവിടെ ഇരിപ്പുറയ്ക്കുന്നില്ല. ഈവി പല പ്രാവശ്യമായിട്ട് എന്ത് ചെയ്യുകയാണ്, അച്ഛൻ വരുന്നുണ്ടോ എന്ന് പോയി നോക്കുകയാണ്. അവിടെയാണ് കോൺവെർസേഷൻ ആരംഭിക്കുന്നത്. മാർത്തയാണ് കോൺവെർസേഷൻ തുടങ്ങുന്നത്, അതായത് അമ്മ. ഇറ്റ്സ് ടൈം ഹി വാസ് ഹോം, അദ്ദേഹം വീട്ടിലെത്തേണ്ട സമയമായല്ലോ. ഈവി, അപ്പോൾ ഈവി മറുപടി പറയുന്നത്, യെസ് മദർ, അതെ അച്ഛൻ വീട്ടിലെത്തേണ്ട സമയമായല്ലോ അമ്മേ. മാർത്ത പറയുകയാണ്, ഐ ഡു ഹോപ്പ് ഹി ഹാസിൻറ്റ് ഫർഗോട്ടൻ ഹിസ് അംബ്രല്ല, അദ്ദേഹത്തിൻ്റെ കുട അദ്ദേഹം മറക്കാതിരുന്നാൽ മതിയായിരുന്നു. ഹി ഹാസ് സച്ച് എ ഹാബിറ്റ് ഓഫ് ലീവിങ് ഇറ്റ് ബിഹൈൻഡ് ഹിം, അങ്ങനത്തെ ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്, അങ്ങനത്തെ ഒരു ശീലമുണ്ട്. കുട മറന്നിട്ട് വരുന്ന ഒരു ശീലം ആർക്കുണ്ട്, ഭർത്താവിനുണ്ട് എന്ന് മാർത്ത പറയുകയാണ്. ഈവി, യെസ് മദർ, ശരിയാണ് അച്ഛൻ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലേ അമ്മേ. അതെ. അപ്പോൾ മാർത്ത പറയുകയാണ്, ഇറ്റ് മൈറ്റ് റെയിൻ ഡോണ്ട് യു തിങ്ക് സോ ഈവി, ഇന്ന് മഴ പെയ്യുന്നാ തോന്നുന്നത്. ഈവി, നിനക്കെന്താ തോന്നുന്നത്? വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ആൻ ആൻസർ, മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ, അതായത് ഈവിയോട് ചോദിച്ച മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ, ഷീ ഗോസ് ടു ദി വിൻഡോ ആൻഡ് ലുക്സ് ഔട്ട് ആങ്ഷ്യസ്ലി. അമ്മ എന്ത് ചെയ്യുകയാണ്, ജനലിൻ്റെ അരികിലേക്ക് പോയിട്ട് പുറത്തേക്ക് വളരെ ആകാംക്ഷയോടുകൂടി നോക്കുകയാണ്. ദ സ്കൈ ഈസ് സോ ഡാർക്ക്, എന്നിട്ട് അവർ വീണ്ടും പറയുകയാണ്, ദ സ്കൈ ഈസ് സോ ഡാർക്ക്, നല്ല മേഘാവൃതമായ ആകാശമാണ്, ആകാശത്തിലൊക്കെ നല്ല ഇരുട്ട്. ഷീ സ്റ്റാർട്ട്സ്, ഇവർ തുടങ്ങുന്നു. ദർ വാസ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്, മാത്രമല്ല നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മിന്നെറിയുന്നുമുണ്ട്. ജോൺ റൈസസ് സ്ലോലി, ഇത് കേട്ടപ്പോൾ ജോൺ പതുക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. മൂവ്സ് ടു എ സെൻറ്റർ ടേബിൾ, മധ്യഭാഗത്ത്, റൂമിൻ്റെ മധ്യഭാഗത്തിട്ടിരിക്കുന്ന ടേബിളിൻ്റെ അരികിലേക്ക് പോവുകയാണ്. ആൻഡ് നോക്സ് ദി ആഷസ് ഔട്ട് ഓഫ് ഹിസ് പൈപ്പ്, അദ്ദേഹം പുകവലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അപ്പോൾ ആ പുകവലിച്ചുകൊണ്ടിരുന്നതിൻ്റെ ആഷസ്, ചാരമെല്ലാം ഒരു ട്രേയിലേക്ക് തട്ടിയിടുകയാണ്. ഹിസ് മദർ ടേൺസ് ടു ഹിം, അങ്ങനെ അമ്മ ആർക്കെതിരെ തിരിയുകയാണ്, ജോണിന് നേരെ തിരിയുകയാണ്. എന്നിട്ട് ജോണിനോട് പറയുകയാണ്, ജോൺ റൺ ഇൻ ടു യുവർ ഫാദേഴ്സ് റൂം ആൻഡ് സീ ദാറ്റ് ദ വിൻഡോസ് ആർ ക്ലോസ്ഡ്. ജോണെ ഓടിപ്പോയി നിൻ്റെ അച്ഛൻ്റെ റൂമിൽ ജനലൊക്കെ അടച്ചിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യും നോക്ക്, മഴ വരാൻ പോവുകയാണ്. ദാറ്റ്സ് എ ഗുഡ് ബോയ്, നല്ല കുട്ടിയല്ലേ, ഒന്ന് ഓടിപ്പോയി എന്ത് ചെയ്തിട്ട് വാ, നോക്കിയിട്ട് വാ എന്ന് എന്ത് ചെയ്യുകയാണ് പറയുകയാണ്. ജോൺ റൈറ്റ്, ഓ ശരി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഹീ ഗോസ്, അദ്ദേഹം പോകുന്നു, റൂമിലേക്ക് പോവുകയാണ് ജനലടച്ചോ എന്ന് നോക്കാനായിട്ട്. ഈവി ആഫ്റ്റർ എ പോസ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒരു ചെറിയ പോസ് അവിടെയുണ്ട്, ആരും ഒന്നും സംസാരിക്കാത്ത കുറച്ച് സമയം. അപ്പോൾ എന്നിട്ട് ടി വി പറയുകയാണ്, മദർ, അമ്മ, ദർ ഈസ് നോ ആൻസർ, അമ്മ എന്ത് ചെയ്യുന്നില്ല, മറുപടി പറയുന്നില്ല. മദർ, അമ്മ എന്ന് വീണ്ടും എന്ത് ചെയ്യാണ്, വിളിക്കുകയാണ്. അപ്പോൾ മിസ്സിസ് ബാൾഡ്വിൻ ടേൺസ് സ്ലോലി, മിസ്സിസ് ബാൾഡ്വിൻ, അതായത് മാർത്ത എന്ത് ചെയ്യാണ്, രണ്ടാമത്തെ വിളിയിൽ തിരിഞ്ഞു നോക്കുകയാണ്. വാട്ട് ഡസ് മിസ്റ്റർ ഗ്രേഷം വാണ്ട് വിത്ത് ഹിം, അമ്മയോട് മകളെ ചോദിക്കുകയാണ്. വാട്ട് ഡസ് മിസ്റ്റർ ഗ്രേഷം വാണ്ട് വിത്ത് ഹിം, അച്ഛനെ കൊണ്ട് മിസ്റ്റർ ഗ്രേഷമിന് എന്താ കാര്യം? അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മിസ്റ്റർ ഗ്രേഷമിനെ കാണാനാണ് അച്ഛൻ പോയിരിക്കുന്നത്, എന്നിട്ട് തിരിച്ചുള്ള വരവും കാത്താണ് അവരവിടെ എന്ത് ചെയ്യുന്നു നിൽക്കുന്നത്. അപ്പോൾ മകൾ അമ്മയോട് ചോദിക്കണം, മിസ്റ്റർ ഗ്രേഷമിന് അച്ഛനെ കൊണ്ട് എന്താ ഉപയോഗം? ഹാസ് ഹി ഡൺ എനിത്തിങ് റോങ്, എന്തെങ്കിലും തെറ്റ് ചെയ്തു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാർത്ത പ്രൗഡ്ലി, അപ്പം മാർത്ത വളരെ അഭിമാനത്തോടുകൂടി പറയുകയാണ്,
തെറ്റ് ചെയ്യുകയോ? യുവർ ഫാദർ, നിൻ്റെ അച്ഛനോ തെറ്റ് ചെയ്യുന്നത്? നോ ഈവി, ഒരിക്കലുമില്ല. നിൻ്റെ അച്ഛൻ അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളെ അല്ല. അപ്പോൾ ഈവി മറുപടി പറയുകയാണ്, ദെൻ വൈ ഡിഡ് മിസ്റ്റർ ഗ്രേഷം സെൻഡ് ഫോർ ഹിം? പിന്നെ എന്തിനാ മിസ്റ്റർ ഗ്രേഷം അച്ഛനെ ആളയച്ച് വിളിപ്പിച്ചത്? മാർത്ത, ഹി വാണ്ടഡ് ടു ടോക്ക് ടു ഹിം. വേറൊന്നുമില്ല, അച്ഛനോട് മിസ്റ്റർ ഗ്രേഷമിനൊന്ന് സംസാരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഈവി, വാട്ട് അബൌട്ട്, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്? മിസ്റ്റർ ഗ്രേഷം ഹാസ് ബീൻ അറസ്റ്റഡ്. മിസ്റ്റർ ഗ്രേഷം എന്ത് ചെയ്യപ്പെട്ട ആളാണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ്. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. ആൻഡ് ദേ ആർ ഗോയിങ് ടു ട്രൈ ഹിം ടുമാറോ. നാളെ അയാളുടെ വിചാരണ നടക്കാൻ പോവുകയാണ്. നാളെ അയാളെ വിചാരണ ചെയ്യാൻ പോവുകയാണ് കോടതിയിൽ. വാട്ട് ക്യാൻ ഹി വാണ്ട് വിത്ത് ഫാദർ? പിന്നെ അച്ഛനെ കൊണ്ട് അയാൾക്ക് എന്താ ഉപയോഗം? പിന്നെ എന്തിനാണ് അയാൾ അച്ഛനെ എന്ത് ചെയ്തത്? വിളിച്ചത്? അച്ഛനെ അതിലേക്ക് വലിച്ചഴിക്കുന്നത് എന്തിന്? മാർത്ത, യുവർ ഫാദർ വിൽ ഹാവ് ടു ഗിവ് എവിഡൻസ്. നിൻ്റെ അച്ഛനാണ് തെളിവ് കൊടുക്കേണ്ടുന്നയാൾ. അപ്പോൾ ഈവി പറയുകയാണ്, ബട്ട് ഹീ ഈസ് ഗോയിങ് ടു ഗിവ് എവിഡൻസ് അഗെയിൻസ്റ്റ് മിസ്റ്റർ ഗ്രേഷം. പക്ഷേ മിസ്റ്റർ ഗ്രേഷമിനെതിരെയാണല്ലോ അച്ഛൻ തെളിവ് കൊടുക്കാൻ പോകുന്നത് നാളെ കോടതിയിൽ. ദെൻ വൈ ഷുഡ് മിസ്റ്റർ ഗ്രേഷം വാണ്ട് ടു സീ ഹിം? പിന്നെ എന്തിനാണ് മിസ്റ്റർ ഗ്രേഷം അച്ഛനെ കാണുന്നത്? അപ്പോൾ മാർത്ത പറയുകയാണ്, ഐ ഡോണ്ട് നോ ഈവി, എനിക്കറിയില്ല. യു നോ യുവർ ഫാദർ ഡസൻറ്റ് സേ മച്ച് അബൌട്ട് ഹിസ് ബിസിനസ് അഫെയർസ്. നിൻ്റെ അച്ഛനെക്കുറിച്ച് നിനക്കറിയാലോ. നിൻ്റെ അച്ഛൻ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും എന്നോട് എന്ത് ചെയ്യാറില്ല, പറയാറില്ല. ഷീ പോസ്, സംഭവം നിർത്തുന്നു. എന്നിട്ട് പറയുകയാണ്, ഐ ഡിഡൻറ്റ് നോ ദർ വാസ് എനിത്തിങ് റോങ് വിത്ത് ദി ബാങ്ക് അണ്ടിൽ ഐ സോ ഇറ്റ് ഇൻ ദി പേപ്പേഴ്സ്. ഐ ഡിഡൻറ്റ് നോ ദർ വാസ് എനിത്തിങ് റോങ് വിത്ത് ദി ബാങ്ക്. ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. അൺടിൽ ഐ സോ ഇറ്റ് ഇൻ ദി പേപ്പേഴ്സ്. പത്രത്തിൽ വരുന്നതുവരെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പ്രശ്നത്തിലാണ് മിസ്റ്റർ ഗ്രേഷം അറസ്റ്റിലായതെന്നും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാൾഡ്വിൻ കാണാൻ പോയിരിക്കുന്നതെന്നും നമുക്കതിൽ നിന്നും മനസ്സിലാക്കാം. സോ നമ്മുടെ മാർത്ത പറയുന്നത് എന്താണ്? ഐ ഡിഡൻറ്റ് നോ ദർ വാസ് എനിത്തിങ് റോങ് വിത്ത് ദി ബാങ്ക് അൺടിൽ ഐ സോ ഇറ്റ് ഇൻ ദി പേപ്പേഴ്സ്. പേപ്പർ മീൻസ് ന്യൂസ് പേപ്പർ. പത്രത്തിൽ വരുന്നവരെ ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. യുവർ ഫാദർ വുഡിൻറ്റ് ടെൽ മീ ടു ഡ്രോ മൈ മണി ഔട്ട്. നിൻ്റെ അച്ഛൻ എന്നോട് പണം പിൻവലിക്കാൻ എന്ത് ചെയ്തതുമില്ല, പറഞ്ഞതുമില്ല. ഹീ തോട്ട് ഇറ്റ് വാസൻറ്റ് ലോയൽ ടു മിസ്റ്റർ ഗ്രേഷം. മിസ്റ്റർ ഗ്രേഷമിനോട് കാണിക്കുന്ന ഒരു നന്ദിയേടായിരിക്കുമെന്ന് അദ്ദേഹം എന്ത് ചെയ്ത് കാണും, വിചാരിച്ച് കാണും. ഇ വി നോട്ട്സ്, ഇ വി തല കുലുക്കുകയാണ്. ഐ ഡിഡ് ഇറ്റ് ഓഫ് മൈ ഓൺ അക്കോർഡ്. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അത് ചെയ്തത്. പണം ഞാൻ പിൻവലിച്ചു, പക്ഷേ അത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തത്. അച്ഛൻ പറഞ്ഞിട്ടൊന്നുമില്ല. എഗെയിൻസ്റ്റ് ഹിസ് വിഷസ്. അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കെതിരെയായിട്ട് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ എന്ത് ചെയ്തത്, പണം പിൻവലിച്ചു. വെൻ ഐ സസ്പെക്റ്റഡ്, എനിക്ക് സംശയം തോന്നിയപ്പോൾ. അപ്പോൾ ബാങ്ക് തകരാൻ പോകുന്നു എന്ന് സംശയം തോന്നിയപ്പോൾ, ബാങ്കിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പത്രത്തിൽ വന്നപ്പോൾ, അച്ഛൻ്റെ നിർബന്ധപ്രകാരമൊന്നുമല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കെതിരെയാണ് ഞാൻ എന്ത് ചെയ്തത്, എൻ്റെ പേരിലുണ്ടായിരുന്ന പണം ഞാൻ എന്ത് ചെയ്തത്, പിൻവലിച്ചത്. ഇ വി ആഫ്റ്റർ എ പോസ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇ വി സംസാരിക്കുന്നത്, ഡു യു തിങ്ക് ദാറ്റ് ഫാദർ ഹാഡ് എനിത്തിങ് ടു ഡു വിത്ത്, അവളവിടെ നിർത്തുകയാണ്. ഡു യു തിങ്ക് ദാറ്റ് ഫാദർ ഹാഡ് എനിത്തിങ് ടു ഡു വിത്ത്, അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അച്ഛൻ ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും കൈ കാണുമെന്ന് എന്ന് അദ്ദേഹം പിന്നെ ഇ വി പറഞ്ഞെന്ത് ചെയ്യുന്നില്ല, മുഴുമിപ്പിക്കുന്നില്ല. അതായത് അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കാൻ പോലും ഇ വി എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഷീ ഡസ് നോട്ട് ലൈക്ക് ടു സേ ഇറ്റ്, അത് അവൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പാതി വഴിയിൽ നിർത്തുകയാണ്. ഡു യു തിങ്ക് ദാറ്റ് ഫാദർ ഹാഡ് എനിത്തിങ് ടു ഡു വിത്ത് ദ ക്രാഷ് ഓഫ് ദ ബാങ്ക് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഈ ബാങ്കിൻ്റെ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട്, ബാങ്കിലെ പണമിടപാട് സംബന്ധമായിട്ടുള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ എന്തെങ്കിലും റോളുണ്ടോ എന്ന് ചോദിക്കാനാണ് ഇ വി വന്നത്. പക്ഷേ അത് പറഞ്ഞ് മുഴുവിപ്പിക്കുന്നില്ല. അച്ഛനോടുള്ള ഒരു ബഹുമാനവും അച്ഛനെ അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ. മാർത്ത, അപ്പോൾ മാർത്ത അത് കംപ്ലീറ്റ് ചെയ്ത് ചോദിക്കുകയാണ്. വിത്ത് ദ റേക്കിംഗ് ഓഫ് ദ ബാങ്ക്, ബാങ്കിൻ്റെ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നാണോ, അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും കൈയുണ്ടെന്നാണോ നീ ചോദിക്കുന്നത്? യു നോ ഹിം ബെറ്റർ ദാൻ ദാറ്റ് ഇ വി, നിനക്ക് നിൻ്റെ അച്ഛനെ നന്നായിട്ട് അറിയാവുന്നതല്ലേ ഇ വി, പിന്നെ എന്തിനാണ് നീ ഈ ചോദ്യം എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് ധ്വനിക്കുന്നത്. അപ്പോൾ ഇ വി പറയുകയാണ്, ബട്ട് ഡിഡ് ഹീ നോ വാട്ട് വാസ് ഗോയിങ് ഓൺ. പക്ഷേ അച്ഛൻ അറിയില്ലായിരുന്നു വാട്ട് വാസ് ഗോയിങ് ഓൺ, എന്താണ് ബാങ്കിൽ സംഭവിച്ചു കൊണ്ടിരുന്നത് എന്ന് അച്ഛൻ അറിയില്ലായിരുന്നു. യു നോ വാട്ട് ദ പേപ്പേഴ്സ് ആർ സെയിങ്, പത്രത്തിലൊക്കെ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയാമോ? മാർത്ത, അപ്പം മാർത്ത മറുപടി പറയുകയാണ്, ദേ ഹാവൻറ്റ് ബീൻ ഫെയർ ടു ഹിം ഇ വി, പത്രങ്ങളിലൊന്നും അദ്ദേഹത്തെ പറ്റി അത്ര നല്ല വാർത്തയൊന്നും അല്ല എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഇ വി എന്ന് എന്ത് ചെയ്യാണ്, അമ്മ പറയുക. അപ്പോൾ ഇ വി മറുപടി പറയുകയാണ്, പെർഹാപ്സ് നോട്ട്, ഒരുപക്ഷെ പത്രങ്ങളിൽ മോശമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, വരുന്നത്. ബട്ട് ദേ സെഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ എ ഫൂൾ നോട്ട് നോ, പക്ഷേ ബാങ്കിൽ ഒന്നും നടന്നില്ല എന്ന്, അല്ലെങ്കിൽ ബാങ്കിൽ നടന്ന ഒരു സംഭവം പോലും അറിഞ്ഞില്ല എന്ന് പറയാൻ മാത്രം വിഡ്ഢിയല്ല ആര്, നമ്മുടെ പിന്നെ ബാൾഡ്വിൻ എന്ന് പറയുന്നത്. ബാങ്കിൽ നടന്ന കാര്യമൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിവുണ്ടായിരിക്കും. ഒന്നും അറിഞ്ഞില്ലെന്ന് പറയാൻ മാത്രം വിഡ്ഢിയല്ല നമ്മുടെ ബാൾഡ്വിൻ. ദേ സെഡ് ദാറ്റ് ഓൺലി ഹീ കുഡ് ഹാവ് നോൺ, പത്രങ്ങൾ പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന് മാത്രമായിരിക്കും ഈ കാര്യത്തെക്കുറിച്ച് അറിവുള്ളത്, അതായത് ബാൾഡ്വിന് മാത്രമായിരിക്കും ഈ കാര്യത്തെക്കുറിച്ച് അറിവുള്ളത്. ഹി ആൻഡ് മിസ്റ്റർ ഗ്രേഷം,
ബാൾഡ്വിനും അതുപോലെ തന്നെ അറസ്റ്റിലാകപ്പെട്ട ഗ്രേഷാമാണല്ലോ ഈ തിരിമറിയൊക്കെ നടത്തിയ ആൾ. അപ്പോൾ തിരിമറി നടത്തിയ ആളിനും വ്യക്തമായിട്ടറിയാം, അച്ഛനും വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും എന്നാണ് പത്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. വൈ ഡിഡ്ന്റ് ഹി സ്റ്റോപ്പ് ഇറ്റ്? പിന്നെ എന്തുകൊണ്ടാണ് അച്ഛൻ അയാളെ സ്റ്റോപ്പ് ചെയ്യാത്തത്? അതായത് ബാങ്കിൽ പ്രശ്നമുണ്ട് എന്നറിഞ്ഞപ്പോൾ, ബാങ്കിൽ എന്തോ നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കും അച്ഛൻ മിസ്റ്റർ ഗ്രേഷാമിനെ എന്ത് ചെയ്യാത്തത്, തടയാത്തത് എന്ത് ചെയ്യാണ് ഇ.വി. മാർത്തയോട് ചോദിക്കണം. അപ്പോൾ മാർത്ത മറുപടി പറയുകയാണ്, ഹി വാസ് ആക്ടിങ് അണ്ടർ മിസ്റ്റർ ഗ്രേഷംസ് ഓർഡേഴ്സ്. അച്ഛൻ മിസ്റ്റർ ഗ്രേഷാമിൻ്റെ ഓർഡറുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്. അതായത് മിസ്റ്റർ ഗ്രേഷാമിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ബാൾഡ്വിൻ എന്ന് പറയുന്നത്. ഇ.വി. കണ്ടംച്വസ്ലി, ഇ.വി. ഒരു വെറുപ്പോടുകൂടി, ഒരു നിന്ദയോടുകൂടി, സ്കോൺഫുള്ളി പറയുകയാണ്, മിസ്റ്റർ ഗ്രേഷംസ് ഓർഡേഴ്സ്, മിസ്റ്റർ ഗ്രേഷമിൻ്റെ ഓർഡർ, ഡിഡ് ഹി ഹാവ് ടു ഫോളോ ദം? അയാളുടെ ഓർഡറൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടോ? കാര്യം ഇത്രയും വലിയ വൃത്തികേടല്ലേ അദ്ദേഹം കാണിച്ചത്, അയാൾ കാണിച്ചത്. മാർത്ത ആഫ്റ്റർ എ പോസ്, മാർത്ത ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പറയുകയാണ്, ഇ.വി. ഐ ഡോണ്ട് ബിലീവ് യുവർ ഫാദർ എവർ ഡിഡ് എ റോങ് തിങ് ഇൻ ഹിസ് ലൈഫ്. നിൻ്റെ അച്ഛൻ അയാളുടെ ജീവിതത്തിൻ്റെ, ഇതുവരെയുള്ള ജീവിതത്തിനിടയിൽ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യം, തെറ്റായിട്ടുള്ള കാര്യം ചെയ്തതായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. നോട്ട് ഇഫ് ഹീ ന്യൂ ഇറ്റ് വാസ് റോങ്. അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം എന്ത് ചെയ്യത്തില്ല, അങ്ങനെയുള്ളൊരു കാര്യവും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ഹീ ഫൗണ്ട് ഔട്ട് ബൈ ആക്സിഡൻറ്റ് ഫൗണ്ട് ഔട്ട് വാട്ട് മിസ്റ്റർ ഗ്രേഷം വാസ് ഡൂയിങ്. അബദ്ധവശാൽ അച്ഛൻ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. എന്ത്? ഫൗണ്ട് ഔട്ട് വാട്ട് മിസ്റ്റർ ഗ്രേഷം വാസ് ഡൂയിങ്. മിസ്റ്റർ ഗ്രേഷം അവിടെ പണമെടുത്ത് തിരിമറിയൊക്കെ നടത്തുന്നത്, അതായത് മിസ്റ്റർ ഗ്രേഷം ബാങ്കിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ബാങ്കിൽ നടത്തിയ തിരിമറികളെക്കുറിച്ച് ബാൾഡ്വിൻ കണ്ടത് യാദൃച്ഛികമായിട്ടാണ്, ആക്സിഡൻ്റലായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ, യാദൃച്ഛികമായിട്ട് എന്ത് ചെയ്താണ്, കണ്ടുമുട്ടിയതാണ് മിസ്റ്റർ ഗ്രേഷം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. അപ്പോൾ ഇ.വി. ചോദിക്കുകയാണ്, ഹൗ ഡു യു നോ ദാറ്റ്? അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അപ്പോൾ മാർത്ത പറയുകയാണ്, ഐ ഡോണ്ട് നോ ഇറ്റ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന്, ഐ സസ്പെക്റ്റ് ഇറ്റ്. ഞാനത് എൻ്റെ ഒരു സംശയം പറഞ്ഞതാണ്. സംതിങ് ഹീ സെഡ്. എന്തൊക്കെയോ അച്ഛൻ അതിനെക്കുറിച്ച് എന്ത് ചെയ്തായിരുന്നു, പറഞ്ഞായിരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഞാനൊരു നിഗമനത്തിൽ എന്ത് ചെയ്താണ്, എത്തിയതാണ്. യു സി ഇ.വി. ഹീ ക്യാൻറ്റ് ഹാവ് ഡൺ എനിത്തിങ് റോങ്. നീ നോക്കൂ ഇ.വി. ഹീ ക്യാൻറ്റ് ഹാവ് ഡൺ എനിത്തിങ് റോങ്. അച്ഛന് ഒരു തെറ്റും എന്ത് ചെയ്യാൻ കഴിയില്ല, ചെയ്യാനായിട്ട് കഴിയില്ല. ദേ ഹാവൻറ്റ് ഇൻഡിക്റ്റഡ് ഹിം. അച്ഛനെ അവരെന്ത് ചെയ്തിട്ടുമില്ല, പഴിചാരിയിട്ടുമില്ല. അച്ഛൻ കുറ്റക്കാരനാണെന്ന് പത്രങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അച്ഛനൊരു സംശയത്തിൻ്റെ നിഴലിലാണെന്നേ ഉള്ളൂ. പക്ഷേ അച്ഛൻ കുറ്റക്കാരനാണെന്ന് എന്ത് ചെയ്തിട്ടില്ല, അവർ പറഞ്ഞിട്ടും ഇല്ല. അപ്പോൾ ജോൺ കടന്നു വന്നിട്ട് പറയുകയാണ്, ഐ മെറ്റ് ദി അസിസ്റ്റൻറ്റ് ക്യാഷ്യർ യെസ്റ്റർഡേ. ഞാൻ കഴിഞ്ഞ ദിവസം ബാങ്കിലെ അസിസ്റ്റൻറ്റ് ക്യാഷ്യറിനെ എന്ത് ചെയ്യായിരുന്നു, കണ്ടായിരുന്നു. ഇ.വി. ദൊനോവനെയാണോ കണ്ടത്? ജോൺ, യെസ് ദൊനോവൻ, അയാളെ തന്നെയാണ് കണ്ടത്. ഐ സോ ഹിം അറ്റ് ദി അത്ലറ്റിക് ക്ലബ്. അത്ലറ്റിക് ക്ലബിൻ്റെ അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. He said that nobody had any idea that there was anything wrong until the crash came. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, nobody had any idea that there was anything wrong. എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ആർക്കും ഒരു വിവരവും ഇല്ലായിരുന്നു until the crash came. ഏതുവരെ? ബാങ്ക് തകരുന്നത് വരെ, ബാങ്കിലെ പണമിടപാടുകളിൽ തകർച്ചയുണ്ടാകുന്നത് വരെ ആർക്കും അറിയില്ലായിരുന്നു അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളതായിട്ട്. അതായത് അതിൻ്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുകയാണ് ചെയ്തത്. ധനുവൻ ഹാഡ് ബീൻ ദെയർ 8 years. ധനുവൻ കഴിഞ്ഞ് 8 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നയാളാണ്. ഹി തോട്ട് ഹി വാസ് ടേക്കൺ കെയർ ഓഫ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. തൻ്റെ ജീവിതം സേഫായി, ബാക്കി ശിഷ്ടകാല ജീവിതം സേഫായി എന്നൊക്കെ ധനോവൻ എന്ത് ചെയ്തായിരുന്നു, ആഗ്രഹിച്ചു വിചാരിച്ചിരിക്കുകയായിരുന്നു. ഹി ഹാഡ് ഗോട്ട് മാരീഡ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ഇറ്റ്. അതിൻ്റെ ബലത്തിൽ, അതായത് ആ ജോലിയുടെ ബലത്തിൽ ഇനിയുള്ള ശിഷ്ടകാലം പിന്നെ സമ്പൽ സമൃദ്ധമായിട്ട് ഈ ജോലി ചെയ്ത് ജീവിക്കാമെന്നുള്ളതിൻ്റെ ബലത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുകയും ചെയ്തു, വിവാഹം വരെ കഴിച്ചു. ആൻഡ് ദെൻ വൺ മോർണിംഗ്, അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ, ദർ വാസ് എ സൈൻ അപ്പ് ഓൺ ദ ഡോറിൽ, ബാങ്കിൻ്റെ ഡോറിലൊരു സൈൻ ബോർഡ് കണ്ടു. എന്താണ്? ഇറ്റ് വാസ് ലൈക്ക് എ ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ. എന്താണ് സൈൻ ബോർഡ് കണ്ടത്? ബാങ്ക് തകർന്നു എന്നുള്ള സൈൻ ബോർഡ്, അതായത് ബാങ്ക് പ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ള സൈൻ ബോർഡാണ് കണ്ടത്. ഇറ്റ് വാസ് ലൈക്ക് എ ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ. എന്താണ്? ആകാശത്തിൽ ഒരു വെള്ളിടി വെട്ടിയതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിൽ ആ സംഭവം എന്ന് പറയുന്നത്. അതായത് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അടിയായിരുന്നു ആ സംഭവം ധനോവനെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ഫാദർ, പിന്നെ അച്ഛൻ്റെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നു? അച്ഛനെക്കുറിച്ച് എന്താ പറഞ്ഞത്? അപ്പോൾ ജോൺ പറയുകയാണ്, ഹീ സെഡ് ദ ഗവർണർ മസ്റ്റ് ഹാവ് നോൺ. ഗവർണർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അച്ഛനെയാണ് കേട്ടോ. ഹീ സെഡ് ദ ഗവർണർ മീൻസ് ദ ഫാദർ മസ്റ്റ് ഹാവ് നോൺ. അച്ഛനെ മിക്കവാറും അതിനെക്കുറിച്ച് അറിയാമായിരിക്കും എന്നാണ് ധനോവനും പറഞ്ഞത്. ഹീ വിൽ സ്വയർ നോബഡി എൽസ് ഡിഡ്. അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്, നോബഡി എൽസ് ഡിഡ്. മറ്റാർക്കും അതിനെക്കുറിച്ചൊന്നും ഇതിൽ അറിയില്ല. ഗ്രേഷാമിനും ബാൾഡ്വിനും മാത്രമേ അറിയാവൂ. യു സി ഫാദർ വാസ് ക്ലോസർ ടു ഗ്രേഷം ദാൻ എനി വൺ എൽസ്. അതാണ് കാര്യം. മിസ്റ്റർ ഗ്രേഷമിനോട് മറ്റുള്ള
എല്ലാ ജീവനക്കാരെക്കാളും ക്ലോസ് ആയിട്ട്, അതായത് ഇൻറ്റിമേറ്റ് വളരെ അടുത്തിടപഴകിയിരുന്നവരാണ് ബാൾഡ്വിനാണ്. ദാറ്റ് പുട്ട്സ് ഹിം ഇൻ എ നൈസ് പൊസിഷൻ. അത് അച്ഛന് ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നുണ്ട്. ഡസൻറ്റ് ഇറ്റ്? ഇല്ലേ ആ കാര്യം? മാർത്ത, വാട്ട് ഡു യു മീൻ ജോൺ? ജോൺ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? മാർത്ത ചോദിക്കുകയാണ്. അപ്പോൾ ജോൺ പറയുകയാണ്, ദ ഗവർണർ ഈസ് ദ ഓൺലി വിറ്റ്നസ് എഗെയിൻസ്റ്റ് ജോൺ ഗ്രേഷം. ജോൺ ഗ്രേഷമിനെതിരെയുള്ള ഒരേ ഒരു സാക്ഷി എന്ന് പറയുന്നത് ഗവർണർ, അതായത് അച്ഛനാണ്. ആൻഡ് മീ നെയിംഡ് ആഫ്റ്റർ ഹിം. നോക്ക്, എനിക്കും അദ്ദേഹത്തിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. ജോൺ ഗ്രേഷം ബാൾഡ്വിൻ അറ്റ് യുവർ സർവീസ്. ജോൺ ഗ്രേഷം ബാൾഡ്വിൻ എന്ന് എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? പേരിട്ടിരിക്കുന്നു. അതായത് ബാങ്ക് ക്രാഷിന് കാരണക്കാരനായ അയാളുടെ പേരാണ് എനിക്കും അച്ഛൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഇട്ടിരിക്കുന്നത്. അപ്പോൾ മാർത്ത പറയുകയാണ്, യുവർ ഫാദർ വിൽ ഡു ഹിസ് ഡ്യൂട്ടി ജോൺ, നോ മാറ്റർ വാട്ട് കംസ് ഓഫ് ഇറ്റ്. യുവർ ഫാദർ വിൽ ഡു ഹിസ് ഡ്യൂട്ടി. നിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ജോലി എന്ത് ചെയ്യും? വ്യക്തമായിട്ട് എന്ത് ചെയ്യും? നോ മാറ്റർ വാട്ട് കംസ് ഔട്ട് ഓഫ് ഇറ്റ്. അതിൽ നിന്ന് എന്താണ് അതിൻ്റെ പരിണിത ഫലമൊന്നും അച്ഛൻ അറിയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം കൃത്യമായിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ കോൺസിക്വൻസിനെ പറ്റി, പരിണിത ഫലങ്ങളെപ്പറ്റി അദ്ദേഹം വേവലാതിപ്പെടാറില്ല. ജോൺ ഷോർട്ട്ലി. എന്നിട്ട് ജോൺ പറയുകയാണ് അത് കഴിഞ്ഞപ്പോൾ, ഐ നോ ഇറ്റ്, എനിക്കറിയാം. ആൻഡ് ഐ ആം നോട്ട് ഷുവർ ബട്ട് വാട്ട് ഇഫ് ഇറ്റ് ഈസ് റൈറ്റ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ദേ ലുക്ക് അറ്റ് ഹിം ഇൻക്വയറിംഗ്ലി. മാർത്തയും ഈവിയും ഇൻക്വയറിംഗ്ലി, ഒരു ചോദ്യരൂപേണ നമ്മുടെ ജോണിനെ നോക്കേണ്ടത്. ജോൺ എന്തോ പറയാൻ വരികയാണ്. ദർ ഈസ് ജോൺ ഗ്രേഷം. അതാ ജോൺ ഗ്രേഷം എന്ന് പറയുന്ന മനുഷ്യൻ. ഗ്രോൺ റിച്ച് ഇൻ 20 years. 20 വർഷം കൊണ്ട് അതിസമ്പന്നനായിട്ട് മാറിയ ജോൺ ഗ്രേഷം. ആൻഡ് ദ ഗവർണർ, ഇനി നമ്മുടെ അച്ഛനാണെങ്കിലോ, പെഗിങ് എലോങ് ആസ് ഹിസ് സെക്രട്ടറി അറ്റ് $60 a week. കേവലം ആഴ്ചയിൽ $60 ശമ്പളത്തിന് മിസ്റ്റർ ഗ്രേഷാമിൻ്റെ പിന്നാലെ എന്ത് ചെയ്യുന്നു? നടക്കുന്നു. മിസ്റ്റർ ഗ്രേഷാമിനെ സേവിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? നടക്കുന്നു. ജോൺ പറയുന്നത് ഇതാണ്. മിസ്റ്റർ ഗ്രേഷം 20 വർഷം കൊണ്ട് അതിസമ്പന്നനായിട്ട് മാറി. എന്നാൽ അദ്ദേഹത്തിൻ്റെ സർവീസിലുള്ള അച്ഛനാണെങ്കിലോ, ഗവർണറാണെങ്കിലോ, ബാൾഡ്വിനാണെങ്കിലോ കേവലം $60 ആഴ്ചയിൽ ശമ്പളം വാങ്ങി അയാളുടെ പിന്നാലെ എന്ത് ചെയ്യുന്നു? വാലാട്ടി നടക്കുന്നു. അപ്പോൾ മാർത്ത പറയുകയാണ്, യുവർ ഫാദർ നെവർ കംപ്ലൈൻഡ്. പക്ഷേ നിൻ്റെ അച്ഛൻ ഒരു പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ അതിനെക്കുറിച്ച്. ജോൺ, നോ, ദാറ്റ്സ് ജസ്റ്റ് എ പിറ്റി ഓഫ് ഇറ്റ്. ദാറ്റ് ജസ്റ്റ് ദ പിറ്റി ഓഫ് ഇറ്റ്. അത് കഷ്ടമായിട്ടുള്ള കാര്യമാണ്. അച്ഛൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? പരാതി പറഞ്ഞിട്ടില്ല. കാര്യം ശമ്പളം കൂട്ടി തരണമെന്ന് അച്ഛൻ എന്ത് ചെയ്യാറില്ല, പറയാറില്ല. ഹി ഡിഡ്ന്റ് കംപ്ലൈൻ. അച്ഛൻ പരാതി എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടേ ഇല്ല. വെൽ, ഹി വിൽ ഹാവ് ഹിസ് ചാൻസ് ടുമോറോ. അപ്പോൾ ഹി വിൽ ഹാവ് ഹിസ് ചാൻസ് ടുമോറോ. നാളെ അദ്ദേഹത്തിൻ്റെ അവസരമാണ് വരുന്നത്, അച്ഛൻ്റെ അവസരമാണ് വരുന്നത്. ഇതുവരെ അച്ഛൻ ശമ്പളം എന്ത് ചെയ്തിട്ടില്ല, കൂട്ടി ചോദിച്ചിട്ടില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് പോവുകയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കുറഞ്ഞ ശമ്പളമാണെങ്കിൽ. പക്ഷേ നാളെ അദ്ദേഹത്തിൻ്റെ ഊഴമാണ്. ഹി വിൽ ഗോ ഓൺ ദി സ്റ്റാൻഡ്. അദ്ദേഹം നാളെ എവിടേക്ക് പോകും? കൂട്ടിലേക്ക് പോകും. ഏത് കൂട്ടിലാണ്? സാക്ഷി അല്ലെങ്കിൽ പ്രതികളൊക്കെ നിൽക്കുന്ന പിന്നെ നമ്മുടെ കോടതിയിലെ ആ സ്റ്റാൻഡിലേക്ക് എന്ത് ചെയ്യും? കയറി നിൽക്കും. ആൻഡ് വെൻ ഹീ ഈസ് ത്രൂ he will put John Gresham where he won't be able to hurt anybody for a while. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ they will put John Gresham where he won't be able to hurt anybody for a while. മറ്റുള്ളവരെ ഒരിക്കലും ഉപദ്രവിക്കാൻ കഴിയാത്ത ഒരു സ്ഥാനത്ത് അവർ ജോൺ ഗ്രേഷമിനെ പിടിച്ചെന്ത് ചെയ്യും? നിർത്തും. എന്ന് പറഞ്ഞാൽ കോടതിയിൽ പ്രതിക്കൂട്ടിൽ ആര് നിൽക്കും? ജോൺ ഗ്രേഷം എന്ത് ചെയ്യും? നിൽക്കും. എതിരെ സാക്ഷി പറയാനായിട്ട് അച്ഛനും എന്ത് ചെയ്യും? നിൽക്കും. wasn't satisfied with underpaying his employees. wasn't satisfied with underpaying his employees. ജീവനക്കാർക്ക് ശരിയായിട്ടുള്ള ശമ്പളം കൊടുത്തിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല? മതിയാവുന്നില്ല. ഹാർഡ് ടു റോബ് ഹിസ് ഡെപ്പോസിറ്റേഴ്സ്. എന്നിട്ട് പണം നിക്ഷേപിച്ചവരുടെ പൈസ കൂടി എന്ത് ചെയ്തിരിക്കുന്നു? അടിച്ചു മാറ്റിയിരിക്കുന്നു. അങ്ങനെയുള്ളവനാണ് ഈ ജോൺ ഗ്രേഷം. സെർവ് ഹിം ജോളി വെൽ റൈറ്റ്. അങ്ങനെയുള്ള ഗ്രേഷമിനെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? അച്ഛൻ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം, നല്ല ഏർപ്പാട് തന്നെ. അപ്പം മാർത്ത പറയുകയാണ്, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് യുവർ ഫാദർ വുഡ് ലൈക്ക് ടു ടോക്ക് ദാറ്റ് വേ ജോൺ. ജോണേ, നീ ഇത്തരത്തിൽ സംസാരിക്കുന്നത് അച്ഛൻ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് എന്ത് ചെയ്യുന്നില്ല, തോന്നുന്നില്ല. അപ്പോൾ ജോൺ പറയുകയാണ്, സ്ട്രക്സ് ഹിസ് ഷോൾഡേഴ്സ്, സ്പീക്സ് കണ്ടംപ്ച്വസ്ലി. തൻ്റെ തോളൊക്കെ ഒന്ന് കുലുക്കിയിട്ട് നിന്നാ ഭാവത്തിൽ എന്ത് ചെയ്യാൻ പറയാം? അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടണ്ട എന്നുള്ളൊരു ഭാവമാണ് എന്ത് ചെയ്തത്? ജോണിൻ്റെ വായിൽ നിന്നും വന്നത്. അപ്പോൾ മാർത്ത പറയുകയാണ്, യുവർ ഫാദർ ഹാസ് നത്തിങ് അഗെയിൻസ്റ്റ് മിസ്റ്റർ ഗ്രേഷം. മിസ്റ്റർ ഗ്രേഷമിനെതിരായിട്ട് നിൻ്റെ അച്ഛൻ എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രത്യേകിച്ച് ഒരു വൈകാരികമായിട്ടുള്ള ഒരു എതിർപ്പും ഇല്ല, ഒരു വിരോധവും ഇല്ല. ഹി വിൽ ടെൽ ദ ട്രൂത്ത്, നത്തിങ് ബട്ട് ദ ട്രൂത്ത്. അച്ഛൻ എന്ത് ചെയ്യും? സത്യം പറയും. നത്തിങ് ബട്ട് ദ ട്രൂത്ത്. സത്യം മാത്രമേ അച്ഛൻ എന്ത് ചെയ്യുകയുള്ളൂ, പറയുകയുള്ളൂ. അപ്പോൾ ജോൺ ചോദിക്കുകയാണ്, ഡിഡ് യു തിങ്ക് ഐ എക്സ്പെക്ട് ഹിം ടു ലൈ? അച്ഛൻ നുണ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണോ അമ്മ പറയുന്നത്? നോട്ട് ഫാദർ, അല്ല. ഹി വിൽ ടെൽ ദ ട്രൂത്ത്.
ജസ്റ്റ് ദ ട്രൂത്ത്, ഇറ്റ് വിൽ ബി പ്ലെൻറ്റി. അച്ഛൻ സത്യമേ പറയും, സത്യം തന്നെ എന്ത് ചെയ്യും പറയും. ഇറ്റ് വിൽ ബി പ്ലെൻറ്റി, അതുമാത്രം മതിയാകും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ അവിടേക്ക് ആര് കടന്നു വരികയാണ്? നമ്മുടെ ബാൾഡ്വിൻ കടന്നു വരികയാണ്. ഇ വി അറ്റ് ദ വിൻഡോ. ഇ വി അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ് വിൻഡോയുടെ അടുത്ത് നിന്ന്, ദർ ഈസ് ഫാദർ നോ. ഇത് അച്ഛൻ വന്നിരിക്കുകയാണ്. ദർ ഈസ് എ ക്ലിക്ക് ഓഫ് ലാച്ച് കീ ഔട്ട് സൈഡ്. പുറത്തു നിന്നും വാതിൽ തുറക്കുന്നതിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ഇ വി മേക്സ് ഫോർ ദി ഡോർ. ഇ വി എന്ത് ചെയ്യുകയാണ്? ഡോറിൻ്റെ അടുത്തേക്ക് പോയി ഡോർ തുറക്കുകയാണ്. മാർത്ത, ഇ വി യു സ്റ്റേ ഹിയർ, ലെറ്റ് മീ ടോക്ക് ടു ഹിം ഫസ്റ്റ്. ഇ വി നീ ഡോർ തുറക്കാനായിട്ട് പോയപ്പോഴാണ് പറഞ്ഞത്, പിന്നെ ലെറ്റ് മീ ടോക്ക് ഹിം ഫസ്റ്റ്, ഞാൻ അദ്ദേഹത്തോട് ആദ്യം ഒന്ന് എന്ത് ചെയ്യട്ടെ, സംസാരിക്കട്ടെ. മാർത്ത ഹാറേസ് ഔട്ട്. മാർത്ത എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. ജോൺ ആൻഡ് ഇ വി ലുക്ക് അറ്റ് ഈച്ച് അതർ. ജോണും ഇ വിയും പരസ്പരം നോക്കുന്നു. അപ്പോൾ ജോൺ പറയുകയാണ്, വണ്ടർ വാട്ട് ഗ്രേഷം ഹാഡ് ടു സേ ടു ഹിം. അച്ഛനോട് മിസ്റ്റർ ഗ്രേഷം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇ വി സ്ട്രക്സ് ഹർ ഷോൾഡേഴ്സ്. ഇ വി എന്ത് ചെയ്യുന്നു? തോള് ചരിച്ചൊന്നും അറിയില്ല എന്ന് എന്ത് ചെയ്യുന്നു ഉള്ള ഭാവത്തിൽ പറയുക. ഹി ടേൺസ് അവേ ടു ദ വിൻഡോ. എന്നിട്ട് വിൻഡോയുടെ നേരെ ആര് തിരിയുകയാണ്? ജോൺ തിരിയുകയാണ്. ഇറ്റ്സ് സ്റ്റാർട്ടഡ് ടു റെയിൻ. മഴ തുടങ്ങിയിരിക്കുകയാണ്. പുറത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്. അപ്പോൾ ഇ വി പറയുന്നു, ഇ വി യെസ്, അതെ മഴ തുടങ്ങിയിരിക്കുന്നു. ദർ ഈസ് എ പോസ്. സഡൻലി ജോൺ ക്രോസസ് ടു ദി ഡോർ ആൻഡ് ഫ്ലിങ്സ് ഇറ്റ് ഓപ്പൺ. ദർ ഈസ് എ പോസ്. അവിടെ ഒരു ചെറിയ നിശബ്ദത. സഡൻലി ജോൺ ക്രോസസ് ടു ദി ഡോർ. ജോൺ പെട്ടെന്ന് ഡോറിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. ആൻഡ് ഫ്ലിങ്സ് ഇറ്റ് ഓപ്പൺ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് വലിച്ച് തുറക്കുന്നു. ജോൺ, ഹലോ ഡാഡ്. ഹലോ അച്ഛ, വരൂ എന്നുള്ള അർത്ഥത്തിൽ ജോൺ പറയുന്നു. ബാൾഡ്വിൻ കമ്മിങ് ഇൻ ഫോളോഡ് ബൈ മാർത്ത. അകത്തേക്ക് കയറിക്കൊണ്ട് ബാൾഡ്വിൻ പറയുകയാണ്, ഹൗ ആർ യു മൈ ബോയ്. എന്താ അസുഖം തന്നെയല്ലേ? ഹി ഷേക്സ് ഹിസ് ഹാൻഡ് വിത്ത് ജോൺ. ജോണിൻ്റെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഇ വി ഹി കിസസ് ഹെർ. ഇ വി എന്ന് വിളിച്ചിട്ട് മകൾക്ക് എന്ത് ചെയ്യുന്നു? ഒരു ചുംബനം കൊടുക്കുന്നു. മാർത്ത. അപ്പം മാർത്ത ചോദിക്കുകയാണ്, ആർ യു ഷ്യൂർ യുവർ ഷൂസ് ആർ ഇൻ ദ വെറ്റ് റോബർട്ട്. റോബർട്ട് ബാൾഡ്വിനോട് പറയുകയാണ്, റോബർട്ട് നിങ്ങളുടെ ഷൂ ഒന്നും നനഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ബാൾഡ്വിൻ ഷേക്കിംഗ് ഹിസ് ഹെഡ്. ബാൾഡ്വിൻ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലവലിക്കൊണ്ട് പറയുകയാണ്, ഐ ടുക്ക് ദ കാർ. ഞാൻ കാറിലാണ് വന്നത്. നോട്ട് എ ഡ്രോപ്പ് ഓൺ മീ. സി നോക്ക്, ഒരു തുള്ളി പോലും എൻ്റെ പുറത്ത് എന്ത് ചെയ്തിട്ടില്ല, വീണിട്ടില്ല. ഹി പാസസ് ഹിസ് ഹാൻഡ്സ് ഓവർ ഹിസ് സ്ലീവ്സ്. തൻ്റെ സ്ലീവ്സിൻ്റെ He passes his hands over his sleeves. He goes to a chair, sits there in an awkward pose. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ബാൾഡ്വിൻ വന്ന ഉടനെ അടുത്തുള്ളൊരു കസേരയിലേക്ക് പോയിരുന്ന് നിശബ്ദനായിട്ടിരിക്കുകയാണ്. ജോൺ. അപ്പോൾ ജോൺ പറയുകയാണ്, വെൽ ഡാഡ്. അല്ല അച്ഛാ, ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് അബൌട്ട് ടൈം യു ടോൾഡ് അസ് സംതിങ്. നമ്മളോട് ഇനി അത് പറഞ്ഞൂടെ? അപ്പോൾ ബാൾഡ്വിൻ ചോദിക്കുകയാണ്, ടോൾഡ് യു സംതിങ്, എന്ത് പറയാൻ? എന്താ നിങ്ങളോട് ഞാൻ പറയേണ്ടത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ജോൺ. ജോൺ എനിക്ക് മനസ്സിലാവുന്നില്ല നീ പറയുന്നത്. അപ്പോൾ ജോൺ പറയുകയാണ്, പീപ്പിൾ ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് യു, സേയിങ് തിങ്സ്. ആൾക്കാരൊക്കെ അച്ഛനെക്കുറിച്ച് പലതും സംസാരിക്കുന്നുണ്ട്, സേയിങ് തിങ്സ്, പല കാര്യങ്ങളും. ബാൾഡ്വിൻ, വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് ജോൺ? എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്? ജോൺ, യു ക്യാൻ ഇമാജിൻ റോട്ടൺ തിങ്സ്. റോട്ടൺ മീൻസ് അഴുകിയ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ മോശമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മതി. യു ക്യാൻ ഇമാജിൻ, അച്ഛൻ വിചാരിക്കുന്ന പോലെ തന്നെ റോട്ടൺ തിങ്സ്, മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് ഐ കുഡിൻറ്റ് കോൺട്രഡിക്റ്റ് ദം. എനിക്ക് അവരെ എതിർക്കാൻ എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല, സത്യം അറിയാത്തതുകൊണ്ട്. ബാൾഡ്വിൻ, വൈ നോട്ട് ജോൺ. എന്തുകൊണ്ട് കഴിയുന്നില്ല ജോൺഡ്വിൻ? അപ്പോൾ ജോൺ മറുപടി പറയുന്നുണ്ട്, ബിക്കോസ് ഐ ഡിഡ് നോ. കാര്യം എനിക്കറിയില്ല, അതുകൊണ്ടാണ് എനിക്കവരെ എതിർക്കാൻ കഴിയാത്തത്. ബാൾഡ്വിൻ, ഡിഡ് യു ഹാവ് ടു നോ. നിനക്കിനി അത് പ്രത്യേകിച്ച് അറിയേണ്ടതായിട്ടുണ്ടോ? വാസൻറ്റ് ഇറ്റ് ഇനഫ് ദാറ്റ് യു ന്യൂ യുവർ ഫാദർ. നിൻ്റെ അച്ഛനെ നിനക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതല്ലേ? ഇനി പ്രത്യേകിച്ച് ആ കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ടോ? നിൻ്റെ അച്ഛൻ എങ്ങനെ ചെയ്യില്ല എന്ന് നിനക്ക് എന്താ അറിയാമല്ലോ, വ്യക്തമായിട്ട് അറിയാമല്ലോ. അത് പോരെ നിനക്ക് അവരെ കോൺട്രാഡിക്റ്റ് ചെയ്യാനായിട്ട്? അപ്പോൾ ജോൺ പറയുകയാണ്, ഐ ബെഗ് യുവർ പാർഡൺ സർ. ബെഗ് യുവർ പാർഡൺ മീൻസ് ഐ ആം സോറി ഫാദർ. അച്ഛനോട് എന്ത് ചെയ്യുകയാണ്? ക്ഷമാപണം നടത്തുകയാണ് ബാൾഡ്വിൻ. എന്നിട്ടും ബാൾഡ്വിൻ പറഞ്ഞു തുടങ്ങിയാണ്, ഇറ്റ് വാസ് ഓൺലി എ ഡേ ബിഫോർ ദ സ്മാഷ് അപ്പ് ദാറ്റ് ഐ ഫൗണ്ട് ഔട്ട് വാട്ട് ഗ്രേഷം വാസ് ഡൂയിങ്. It was only a day before the smash-up that I found out what Gresham was doing. ബാങ്ക് സ്മാഷപ്പ് ആവുന്നതിന്, തകരുന്നതിന് ഒരേ ഒരു ദിവസം മുമ്പാണ് ഗ്രേഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത്. ഹി പോസസ്. അച്ഛനൊന്ന് നിർത്തുകയാണ്. ദേ ആർ ലിസണിങ് ഇൻറ്റൻറ്റ്ലി. അവരെല്ലാവരും വളരെ സസൂക്ഷ്മം അച്ഛൻ്റെ സംഭാഷണത്തെ കെയർഫുള്ളായിട്ട് കേൾക്കുകയാണ്. ഐ ടോൾഡ് ഹിം ഹി വുഡ് ഹാവ് ടു മേക്ക് ഗുഡ്. ഹീ സെഡ് ഹീ കുഡിൻറ്റ്. ഐ ടോൾഡ് ഹിം, ഞാൻ അയാളോട് പറഞ്ഞായിരുന്നു, ഹി വുഡ് ഹാവ് ടു മേക്ക് ഗുഡ്. ഇത് ശരിയല്ല, നേരെ വാ നേരെ പോകുന്നുള്ള വഴിയിലോട്ട് എന്ത് ചെയ്യണം, മാറണം എന്ന് ഞാൻ അയാളോട് എന്ത് ചെയ്തായിരുന്നു, പറഞ്ഞായിരുന്നു. ഹീ സെഡ് ഹീ കുഡിൻറ്റ്. പക്ഷേ ഗ്രേഷം പറഞ്ഞു അയാൾക്ക് എന്ത് ചെയ്യില്ല, കഴിയില്ല എന്ന് എന്ത് ചെയ്തു പറഞ്ഞു. ഇ വി
അപ്പോൾ ഇവി പെട്ടെന്ന് പറയുകയാണ് ആസ് ഹി ഡസ് നോട്ട് കണ്ടിന്യൂ. അച്ഛൻ തുടരാതിരുന്നപ്പോൾ, അച്ഛൻ അവിടെ വെച്ച് പറഞ്ഞ് നിർത്തി. അച്ഛൻ തുടരാതിരുന്നപ്പോൾ ഇവി പെട്ടെന്ന് പറയുകയാണ് ആൻഡ് വാട്ട് ഹാപ്പൻഡ്, പിന്നെന്ത് സംഭവിച്ചു, ദെൻ വാട്ട് ഹാപ്പൻഡ്. ബാൾഡ്വിൻ മറുപടി പറയുകയാണ് ഐ ടോൾഡ് ഹിം ഹി വുഡ് ഹാവ് ടു ഡു ബെസ്റ്റ് ഹീ കുഡ്. അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല കാര്യം ചെയ്യാനായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു, ഗ്രേഷമിനോട്. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വുഡ് ബി ടു ക്ലോസ് ദ ബാങ്ക്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് ബാങ്ക് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഹി ഡിഡ്ന്റ് വാണ്ട് ടു ഡു ദാറ്റ്. പക്ഷേ അയാളത് ചെയ്യാൻ എന്ത് ചെയ്തില്ല, തയ്യാറായിരുന്നില്ല. അപ്പം മാർത്ത പറയുകയാണ് ബട്ട് ഹി ഡിഡ് ഇറ്റ്, പക്ഷേ അത് അയാൾ ചെയ്തല്ലോ ബാൾഡ്വിൻ. അപ്പം ബാൾഡ്വിൻ പറയുകയാണ് ഐ മെയ്ഡ് ഹിം ഡു ദാറ്റ്, ഞാൻ അയാളെ കൊണ്ട് ചെയ്യിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഹി വാസ് ആംഗ്രി, വെരി ആംഗ്രി. അയാൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, ഭീകരമായിട്ടുള്ള ദേഷ്യമായിരുന്നു അയാൾക്ക് എന്നോട്. ബട്ട് ഐ ഹാഡ് ദ വിപ്പ് ഹാൻഡ്, ബട്ട് ഐ ഹാഡ് ദ കൺട്രോൾ. പക്ഷേ കൺട്രോൾ എൻ്റെ കയ്യിലായിരുന്നു, അതായത് ചാട്ട എൻ്റെ കയ്യിലായിരുന്നു. ദാറ്റ് മീൻസ് ഐ ഹാഡ് ദി കൺട്രോൾ, എൻ്റെ കയ്യിലായിരുന്നു നിയന്ത്രണം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നിടത്ത് അയാൾ നിൽക്കും. കാര്യം ഞാൻ അയാളുടെ ക്രാഷ് എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അയാൾ കാണിക്കുന്ന കൊള്ളരുതായ്മ ഞാൻ എന്ത് ചെയ്തായിരുന്നു, കണ്ടുപിടിച്ചായിരുന്നു. ദ പേപ്പേഴ്സ് ഡിഡ്ന്റ് മെൻഷൻ ദാറ്റ്. പക്ഷേ പത്രത്തിൽ അതൊന്നും ഇല്ലല്ലോ, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ അച്ഛൻ ചെയ്ത കാര്യങ്ങളോ ഒന്നും പത്രത്തിൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ മാർത്ത പറയുകയാണ്, അപ്പോൾ ബാൾഡ്വിൻ പറയുകയാണ് ഐ ഡിഡൻറ്റ് തിങ്ക് ഇറ്റ് വാസ് നെസസറി ടു ടെൽ ദ. പത്രങ്ങളോടത് പറയണമെന്ന് എനിക്ക് എന്ത് ചെയ്തില്ല, തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിരുന്നത്, പറയാതിരുന്നത്. മാർത്ത പറയുകയാണ് ബട്ട് യു ലെറ്റ് യുവർ നെയിം റെസ്റ്റ് അണ്ടർ എ ക്ലൗഡ് മീൻ വെൽ. പക്ഷേ അങ്ങനെ പത്രങ്ങളെടുത്ത് അത് പറയാതിരുന്നത് കൊണ്ട് തന്നെ താങ്കളുടെ പേരിപ്പോഴും ഒരു സംശയത്തിൻ്റെ നിഴലിലാണ്, ഇപ്പോഴും ക്ലൗഡിലാണ്, അതായത് കാർമേഘങ്ങൾക്കിടയിലാണ്. ഇപ്പോഴും താങ്കളുടെ കാര്യത്തിലൊരു വ്യക്തത എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഇപ്പോഴും താങ്കൾ സംശയത്തിൻ്റെ നിഴലിലാണ് എന്നെന്ത് ചെയ്യുകയാണ്, മാർത്ത പറയുകയാണ്. അപ്പോൾ ബാൾഡ്വിൻ പറയുകയാണ് ഇറ്റ് വിൽ ബി ക്ലിയർഡ് ടുമോറോ. അത് നാളെ എന്ത് ചെയ്തോളും, ശരിയായിക്കൊള്ളും. വോണ്ട് ഇറ്റ്, ഇല്ലേ. ടുഡേ ഗ്രേഷം സെൻറ്റ് ഫോർ മീ. ഇന്ന് ഗ്രേഷം എന്നെ എന്ത് ചെയ്തു, ആളയച്ചു വിളിപ്പിച്ചു. ദ ട്രയൽ ബിഗിൻസ് ഇൻ 24 hours. 24 മണിക്കൂറിനുള്ളിൽ എന്താരംഭിക്കും, ട്രയൽ ആരംഭിക്കും, അതായത് വാദം എന്ത് ചെയ്യും, ആരംഭിക്കും. ഐ ആം ദ ഓൺലി വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിം. ഞാനാണ് അയാൾക്കെതിരെയുള്ള ഏക സാക്ഷി എന്ന് പറയുന്നത്. ഹി ആസ്ക്ഡ് യു ക്യാൻ ഗസ് വാട്ട്. അയാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചത് എന്താണെന്ന് അറിയാമോ, യു ക്യാൻ ഗസ് വാട്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഗസ് ചെയ്യാൻ സാധിക്കും. അയാൾ എന്നെ എന്തിനാണ് വിളിപ്പിച്ചത്, എന്നോട് എന്താണ് ആവശ്യപ്പെട്ടത് എന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഗസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ബാൾഡ്വിൻ ആരോട് പറയുകയാണ്, ഫാമിലിയോട് പറയുകയാണ്. അപ്പോൾ മിസ്റ്റർ ഗ്രേഷം ബാൾഡ്വിൻ ഫാമിലിയുടെ ഹെഡായിട്ടുള്ള റോബർട്ട് ബാൾഡ്വിനോട് എന്താണ് ആവശ്യപ്പെട്ടത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.